ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ധനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സുക്കിനി വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇതിന് കൂസ എന്നും വേറൊരു പേരുണ്ട്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഈ സുക്കിനി വെച്ചിട്ടുള്ള ഒരു നല്ല ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നല്ല കറിയാണ്. ഇനി ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് എടുത്തിട്ടുള്ളത് യെല്ലോ കളറുള്ള സുക്കിനിയാണ്. ഇതിൻ്റെ ഗ്രീൻ കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുള്ളത് യെല്ലോ കളറിലെ ഒരു സുക്കിനിയാണ് എടുത്തിട്ടുള്ളത്. ഈ സുക്കിനി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു അറ്റ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ നെടുകെ പിളർന്നിട്ട് അതിൻ്റെ ചെറിയ ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. പക്ഷേ വളരെ ചെറിയ കഷ്ണങ്ങളാക്കരുത്, ഒരൊത്ത വലുപ്പത്തിൽ തന്നെ ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇങ്ങനെ ഈ നീളത്തിൽ അരിഞ്ഞ എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ചെറുതാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു വറ്റൽമുളക് ഞാൻ 2ആയിട്ട് പൊട്ടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. ഒരു 8-10 അണ്ടിപ്പരിപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഒരു ഇളം ബ്രൗൺ ആകുന്നവരെ, അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കിതൊന്നിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായിട്ട് ചേർക്കേണ്ടത് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഒരു 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കിയെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഏകദേശം നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗാർലിക് പൗഡർ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പേസ്റ്റും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായി വഴറ്റുമ്പോൾ ഒരു നല്ല മണം കേട്ടോ ഇതിന്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊരൽപ്പം നേരം തണുക്കാൻ വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്ത പേസ്റ്റാണിത്. നേരത്തെ വഴറ്റിയെടുത്ത അതേ പാൻ തന്നെ ഗ്യാസിലേക്ക് വീണ്ടും വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് അത് നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. ഒരു നീളത്തിൽ ഒരൊത്ത വലിപ്പമുള്ള നീളത്തിൽ അതൊന്ന് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇതേ പാനിലേക്ക് നമുക്ക് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ആ പാനിലുള്ള മസാലകളെല്ലാം ഈ ക്യാപ്സിക്കത്തിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. മിക്സിയിൽ അരച്ചെടുത്ത ആ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന സുക്കിനിയാണ്. അപ്പോൾ ആ സുക്കിനി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ഇനി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത് നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച ആ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ടാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ സുക്കിനി ഇതിനകത്തേക്ക് ഈ അരപ്പിലേക്ക് നന്നായി പിടിച്ച് കിട്ടുന്ന രീതിക്ക് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഒരല്പം കൂടി വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് മൂടി വെക്കാം. ഇപ്പോൾ വെള്ളം കൂടുതൽ ചേർത്തിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്താണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുന്നത്. അടച്ചു വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പ് മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് സുക്കിനി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് എത്ര വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഒരു പീസ് സുക്കിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോ എന്നറിയാം. അപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സുക്കിനി അഥവാ കൂസ കറി തയ്യാറായി കഴിഞ്ഞു. ഇത് ചോറിനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്, ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കറിയാണിത്. ഏറ്റവും മുകളിലായിട്ട് ഒരു കഷ്ണം ബട്ടർ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയും പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.